യുദ്ധമാകുമ്പോൾ ഇരു രാജ്യങ്ങളിലും കാര്യമായ നഷ്ടങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ലോകമൊന്നാകെ ഒരു രാജ്യത്തിന് തിരിച്ചടി കിട്ടുമ്പോൾ ഇത്രമാത്രം സന്തോഷിക്കുന്നതിന് പിറകിലുള്ള കാരണം ആ രാജ്യം നിരായുധരായ ഒരു ജനതയോട്, ഒരു കുഞ്ഞൻ രാജ്യത്തോട് കാണിച്ച, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് പോലും 50-നടുത്ത് പാവങ്ങളായ മനുഷ്യരെ, അതും ഭക്ഷണം കാത്തു നിന്ന ആളുകളെ കൊന്നു തള്ളിയ നരാധമ പ്രവൃത്തിയെ ഓർത്തുകൊണ്ട് മാത്രമാണ്. ഗസയെ ബോംബിട്ടും പട്ടിണിക്കിട്ടും അതിക്രൂരമായ വഴികളിലൂടെയും കൊന്നു തള്ളുന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ലോകത്ത് ഒരു രാജ്യമെങ്കിലും ഉണ്ടായല്ലോ എന്ന ആശ്വാസമാണ് മനുഷ്യർക്കെല്ലാം. അതുകൊണ്ടാണ് ഇസ്രയേലിൽ നാശമുണ്ടാകുമ്പോൾ അതറിയാനും മറ്റും ജനങ്ങൾ ആകാംക്ഷ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇറാനും വലിയ തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയാത്ത വലിയ സത്യമാണ്. എന്നാൽ ഇറാനെ പോലെ സർവ്വസൈന്യമുള്ള, ആയുധബലവും സാങ്കേതിക ബലവും എല്ലാം ഉള്ള രാജ്യം എന്തൊക്കെ സംഭവിച്ചാലും അത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി ആളുകൾ കാണും. അതിൽ സംഭവിക്കുന്ന നഷ്ടമായി, ഇറാന്റെ ഭാഗത്ത് സംഭവിക്കുന്ന നഷ്ടത്തെ ആളുകൾ കാണും. ഒരു പക്ഷേ ഇറാന് പിറകിൽ ഇറാൻ മാത്രമായി യുദ്ധമുഖത്ത് നിലയുറപ്പിച്ചാൽ, മറുഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും കാനഡയും എല്ലാം ഇസ്രയേലിനൊപ്പം ചേർന്നാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതൊക്കെ സംശയം തന്നെയാണ്. ആയത്തുള്ള ഖുമൈനിയെ വധിച്ചാൽ തങ്ങളുടെ പ്രശ്നം അവസാനിക്കുമെന്നാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഖുമൈനിക്ക് സദ്ദാം ഹുസൈന്റെ ഗതി വരും എന്നും ഇസ്രയേൽ ഭീഷണിപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്തുമാവട്ടെ, ദീർഘകാലം ഇറാൻ ഒറ്റയ്ക്ക് യുദ്ധമുഖത്ത് നിൽക്കേണ്ടി വന്നാൽ തീർച്ചയായും അത് വലിയ പ്രയാസങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുമെന്നും ഒക്കെ അറിയാം. ഒരു പക്ഷേ ഒരു പാവ ഗവൺമെന്റിനെ അവിടെ പ്രതീക്ഷിക്കുകയും പ്രതിഷ്ഠിക്കുകയും ഒക്കെ അമേരിക്കയും സാമ്രാജ്യത്വ ലോബിയും ചെയ്തേക്കാം. അതിനു തന്നെയാണ് അവരുടെ ഇപ്പോഴുള്ള അട്ടിമറി ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുധബലം കൊണ്ട് അവർക്ക് അതിന് സാധിക്കില്ല എന്നതുകൊണ്ട് ആ നാട്ടിലെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനതയെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി അതിലൂടെ രാജ്യത്തെ അസ്ഥിരമാക്കി അതിൽ നേട്ടം കൊയ്യുക എന്ന അവസാനത്തെ സാമ്രാജ്യത്വ തന്ത്രം കൂടി ഇപ്പോൾ അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ പോലും പരമാവധി ഇസ്രയേലിനകത്ത് നാശം വിതയ്ക്കാനാകും ഇറാനും ശ്രമിക്കുക എന്നത് നമ്മളിവിടെ കാണണം. ഇറാൻ ഏതെങ്കിലും തരത്തിൽ പരാജയത്തിന്റെ രുചി അറിഞ്ഞു തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രയേലിനകത്ത് വളരെ വലിയ നാശമുണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഇസ്രയേലിനകത്ത് നാശം സംഭവിക്കുമ്പോൾ ടെക്നോളജിയുടെ ഒരു വലിയ പരാജയത്തിന്റെ ആഴം കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ഇറാനെ കുറിച്ച് നിർമ്മിച്ചു വെച്ച പല നിർമ്മിതികളുണ്ട്. ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക മികവുള്ള രാജ്യമാണ്. അതോടൊപ്പം തന്നെ അയൺ ഡോമും അയൺ ബീമും തുടങ്ങിയിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇസ്രയേലിന്റെ പരിരക്ഷയ്ക്ക് വരും. അതൊരു കവചിതമാണ്. ഏത് റോക്കറ്റുകളെയും ഏത് സംവിധാനങ്ങളെയും തടയും എന്നുമൊക്കെ അവർ വിശ്വസിപ്പിക്കുകയും അത് ലോകത്ത് വളരെ വലിയ ഇസ്രയേൽ ഫാൻസുകളൊക്കെ അത് ഏറ്റെടുത്ത് വലിയ തരത്തിൽ അതിനെ വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബലൂണ് മാത്രമാണ് എന്ന് ലോകത്തിന് മുൻപിലേക്ക് ഇറാൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക സംവിധാനം ഒരുക്കിയിട്ടുള്ള ഒരു ഏറ്റവും വലിയ